+1 കൊമേഴ്സ് എടുത്ത കുട്ടികൾക്ക് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്റ്റിൽ ഒന്നാണ് അക്കൗണ്ടൻസി അല്ലേ. അക്കൗണ്ടൻസി കഷ്ടിച്ച് പാസ്സാകും എന്നുള്ള, അല്ലെങ്കിൽ ഒരു പക്ഷേ ഞാൻ പാസ്സാകില്ല, അല്ലെങ്കിൽ ഒരു 60% മാർക്ക് ഈസി ആയിട്ട് വാങ്ങാൻ പറ്റില്ല എന്ന് കരുതുന്ന കുട്ടികൾക്ക് മാത്രമായിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. വെൽക്കം ടു എജുബോർഡ്. എൻ്റെ പേര് ഹംസത്ത് ലിവാൻ AK. മക്കളെ, നിങ്ങൾക്കറിയാം അക്കൗണ്ടൻസി നല്ല ഡിഫിക്കൽട്ടാണ്. അപ്പം ഈ ഒരു അക്കൗണ്ടൻസി സാധാരണ ഒരു കുട്ടിക്ക് എങ്ങനെ നല്ല മാർക്ക് വാങ്ങാം, അതിന് വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ചില പോർഷൻസ് ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് എക്സാമിന് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 3-4 വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ അന്ന് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും എന്ത് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന, അല്ലെങ്കിൽ ഒരു വർഷം ഇടവിട്ടിട്ടോ 2 വർഷം ഇടവിട്ടിട്ടോ മിക്കവാറും ചോദിക്കുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിന് സിമ്പിളായിട്ടുള്ള ചില ചോദ്യങ്ങൾ തിരഞ്ഞെടുത്ത് ഇത് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ മിക്കവാറും കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. മാത്രമല്ല, ഇനി ഒരു 5 മാർക്കോ 8 മാർക്കോ 4 മാർക്കിന് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അത് ഫുള്ള് വാങ്ങിയില്ലെങ്കിലും അതിലൊരു പകുതി മാർക്ക്, അല്ലെങ്കിൽ ഒരു 8 മാർക്കിൽ 6 മാർക്കോ 4 മാർക്കിൽ ഒരു 2-3 മാർക്കോ ഈസി ആയിട്ട് നമുക്ക് വാങ്ങാൻ പറ്റും. സോ അത്തരത്തിലുള്ള ട്രിക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഡബിൾ പാസ് സീരീസ് നമ്മൾ ചെയ്യുന്നത്. സോ ഇത് പഠിച്ചാൽ, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടാൽ ഒരു ബിലോ ആവറേജ് ആയിട്ടുള്ള ഒരു കുട്ടിക്ക് എന്ത് ചെയ്യും, കൂടുതൽ മാർക്ക് സ്കോർ ചെയ്തിട്ട് ഒരു എബവ് ആവറേജ്, അല്ലെങ്കിൽ ഒരു ആവറേജ് ലെവലിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എത്താൻ പറ്റും. സോ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇതുപോലെ ടയേർഡായിട്ട് പഠിക്കാൻ കഷ്ടപ്പെടുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് നിർബന്ധമായിട്ട് നിങ്ങൾ അയച്ചു കൊടുക്കണം. ഒരാൾക്കും ഈ ഒരു വീഡിയോ എത്താതെ പോയത്. സോ നമുക്ക് തുടങ്ങല്ലേ. സോ ഡബിൾ പാസ് സീരീസിലെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കുറച്ച് തിയറിറ്റിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റൻസ് ഉണ്ട്, അതുപോലെ തന്നെ പ്രോബ്ലം ക്വസ്റ്റൻസ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ, ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്. അതായത് നമ്മളിപ്പോൾ പഠിക്കുന്ന അക്കൗണ്ടൻസി അല്ലേ, ഈ അക്കൗണ്ടിങ് എന്തിനാണ് ചെയ്യുന്നത്, ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്നാണ് ചോദ്യം. കഴിഞ്ഞ വർഷത്തെ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിലും ഫൈനൽ എക്സാമിലും മോഡൽ എക്സാമിനും അടക്കം ചോദിച്ചൊരു ചോദ്യമാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് എന്താ എന്നുള്ളത്. എന്താ അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്, എന്ത് ഉദ്ദേശത്തിലാണ്, നിങ്ങൾ എന്തിനാണ് അക്കൗണ്ടിങ് ചെയ്യുന്നത്, അതാണ് ഈ ചോദ്യം. അപ്പോൾ നമ്മൾ എന്താ ഉത്തരം പറയാം, അക്കൗണ്ടിങ് ചെയ്യാൻ ഒരുപാട് കാര്യമുണ്ട്. ഒന്നാമത്തെ കാര്യം എന്താണ്, മെയിൻറ്റെയിനിങ് അക്കൗണ്ടിങ് റെക്കോർഡ്സ്. എന്താണ് മെയിൻറ്റെയിനിങ് അക്കൗണ്ടിങ് റെക്കോർഡ്സ്? അക്കൗണ്ടിങ് റെക്കോർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ, അക്കൗണ്ടിങ്ങിൻ്റെ രേഖകൾ നമ്മൾ എന്ത് ചെയ്യണം, സൂക്ഷിച്ച് വെക്കണം. എന്ത് കാര്യങ്ങൾ, എന്ത് ട്രാൻസാക്ഷൻസുകളും എന്ത് ഇടപാടുകളും ബിസിനസ്സിൽ നടന്നാൽ, അഥവാ ബിസിനസ്സിലുള്ള ഇടപാടുകൾ ട്രാൻസാക്ഷൻസുകൾ രേഖപ്പെടുത്തി വെക്കുക എന്നുള്ളതാണ് ആദ്യത്തെ എന്ത് അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. രണ്ടാമത് എന്താണ്, ടു അസർട്ടൈൻ എന്ന സാധാരണ പറയാം. പക്ഷെ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് അസർട്ടൈൻ എന്നുള്ളത് കാണാൻ പഠിക്കാൻ ബുദ്ധിമുട്ടില്ല. അതുകൊണ്ടാണ് ടു നോ, അറിയണം. എന്തറിയാൻ, ടു നോ ദ റിസൾട്ട്. എന്താ റിസൾട്ട് എന്ന് പറഞ്ഞാൽ, ബിസിനസ്സിൻ്റെ റിസൾട്ട് എന്താണോ, ബിസിനസ്സിൻ്റെ റിസൾട്ട് എന്തായിരിക്കും, ഒന്നെങ്കിൽ അത് പ്രോഫിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും, അത് ലോസ് ആയിരിക്കും. സോ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ള റിസൾട്ട് അറിയുക എന്നുള്ളതാണ് എന്ത് രണ്ടാമത്തെ ലക്ഷ്യം. അതെന്താണ്, പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ആയിരിക്കും. മൂന്നാമത്തത് ഇതേ സെയിം പോയിന്റ് തന്നെ, ടു നോ ഫിനാൻഷ്യൽ പൊസിഷൻ. എന്താ ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ, സാമ്പത്തികമായ അവസ്ഥ, അഥവാ നമ്മുടെ ബിസിനസ്സിൻ്റെ അവസ്ഥ എന്താണ്. ഇപ്പം നമുക്ക് എത്ര ആസ്തിയുണ്ട്, നമുക്ക് എത്ര ബാധ്യതയുണ്ട്, നമ്മുടെ കയ്യിൽ എത്ര സ്റ്റോക്ക് ഉണ്ട്, ബാങ്കിൽ എത്ര ബാലൻസ് ഉണ്ട്, അങ്ങനെ നമ്മുടെ ബിസിനസ്സിൻ്റെ ആസ്തികളും ബാധ്യതകളും അതിൻ്റെ ഇപ്പോഴത്തെ സാമ്പത്തികമായ അവസ്ഥ എന്താണോ അതാണ് മൂന്നാമത്തത്. നാലാമത്തത് പ്രൊവൈഡ് ഇൻഫർമേഷൻ ടു യൂസേഴ്സ്. എന്താ പ്രൊവൈഡ് ഇൻഫർമേഷൻ ടു യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ, നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ റെക്കോർഡ്സ് സൂക്ഷിച്ച് വെച്ചില്ലേ, ആ സൂക്ഷിച്ച് വെച്ച റെക്കോർഡ്സ് പല ആൾക്കാർക്കും ആവശ്യം ഉണ്ടാവും. അപ്പോൾ ആർക്കാണോ ഇൻഫോർമേഷൻ വേണ്ടത് അവർക്ക് ഇൻഫോർമേഷൻ എന്ത് ചെയ്യണം, നമ്മൾ കൊടുക്കണം. സോ പ്രൊവൈഡ് ഇൻഫർമേഷൻ ടു യൂസേഴ്സ്. ആരൊക്കെ യൂസേഴ്സ് ഉണ്ടാവുക, ചിലപ്പം നമ്മളൊരു ബാങ്കിൽ നമുക്ക് ലോണിന് അപേക്ഷിക്കാൻ വേണ്ടി നമ്മൾ പോയി. അപ്പോൾ ബാങ്കിൻ്റെ ആളെന്താ ചോദിക്കുക, നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഇൻകം ടാക്സിൻ്റെ റിട്ടേണും അതുപോലെ നിങ്ങളുടെ ഫിനാൻഷ്യൽ പൊസിഷനും ചോദിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എവിടെ നിന്ന് എടുത്തു കൊടുക്കണം, നമ്മുടെ ബിസിനസ്സിൽ നിന്ന് എന്ത് ചെയ്യണം, ഈ ഒരു ഡാറ്റ എടുത്തു കൊടുക്കണം. സോ അതാണ് ആർക്കാണോ ഈ ഇൻഫർമേഷൻ വേണ്ടത് അവർക്ക് എത്തിച്ചു കൊടുക്കണം. പിന്നെയും ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്താണ്, അസിസ്റ്റൻസ് ടു മാനേജ്മെൻറ്റ്. നമ്മുടെ മാനേജ്മെൻറ്റിനെ അസിസ്റ്റൻസ് ടു മാനേജ്മെൻറ്റ്. നമ്മുടെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, ഈ ബിസിനസ് മാനേജ് ചെയ്യുന്ന ആൾക്കാർ ആരാണോ അവർക്ക് സഹായിക്കാൻ, അവരെ ഹെൽപ്പ് ചെയ്യാനും നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു അക്കൗണ്ടിങ്ങിൻ്റെ റെക്കോർഡ്സ് എന്ത് ചെയ്യും, നമ്മൾ കീപ്പ് ചെയ്യും. സോ ഇതിലുള്ള ഒരു 4 എണ്ണം നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. 3 എണ്ണമാണ് സാധാരണ ചോദിക്കുക, പക്ഷേ ചിലപ്പോൾ 4 മാർക്കിനോ ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം, 4 പോയിന്റ്സ് നിങ്ങൾ എഴുതി വെക്കണം. മനസ്സിലായില്ലേ? സിമ്പിളായിട്ട്, അഥവാ നമ്മൾ ഡിഫിക്കൽട്ട് വേർഡിലല്ല, സിമ്പിൾ വാക്കുകളിലാണ് ഈ ഒരു പോയിന്റ് എഴുതുന്നത്. നമ്മുടെ ഷുവർ ക്വസ്റ്റൻ സീരീസ് ഉണ്ട്, ആ സീരീസിൽ എന്ത് ചെയ്യും, ഇതേപോലെയല്ല എഴുതുന്നത്, കുറച്ചും കൂടി ഡിഫിക്കൽട്ടായിട്ടുള്ള വാക്കുകളെ യൂസ് ചെയ്തത്. അതാണ് ശരിക്കത്തെ വാക്കുകൾ. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ടു നോ എന്നും അതുപോലെ നിങ്ങൾക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള മനസ്സിലാവുന്ന രീതിയിലുള്ള ഭാഷയിലാണ് നമ്മൾ ഇത് എഴുതിയിട്ടത്. ഓക്കെ അല്ലേ? ഇതേപോലെ തന്നെ ഈ ഒരു ചാപ്റ്റർ തന്നെ മറ്റൊരു ക്വസ്റ്റൻ ചോദിക്കുന്നതാണ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻസിൻ്റെ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ചോദിക്കുന്നുണ്ട്. അത് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും. ദ ഗുഡ്സ് റിമൈനിങ് അൺസോൾഡ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ.
വർഷങ്ങളിലും എക്സാം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അഥവാ 1 മാർക്കിന് കുറേ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഒരു വർഷാവസാനം അൺസോൾഡ് ആയിട്ട് അഥവാ സെയിൽ ചെയ്യാതെ ബാലൻസ് ആയിട്ട് കിടക്കുന്ന സ്റ്റോക്ക് ഉണ്ടാവില്ലേ, ഗുഡ്സ്, ആ സ്റ്റോക്കിന് എന്താ പറയുക, അതിനാണ് ക്ലോസിങ് സ്റ്റോക്ക് എന്ന് പറയുക. എന്താണ് ക്ലോസിങ് സ്റ്റോക്ക് എന്ന് എന്തെയും നമ്മൾ പറയുന്നതായിരിക്കും. സെറ്റല്ലേ? നെക്സ്റ്റ്, ഡിസ്ക്രൈബ് ദ ഫോളോയിങ്. ഈ ഐറ്റംസുകൾ എന്ത് ചെയ്യണം, ഡിസ്ക്രൈബ് ചെയ്യണം. എന്താണ് ഡിസ്ക്രൈബ് ചെയ്യേണ്ടത്? ഡെപ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ സാധനങ്ങളും സേവനങ്ങളും വിൽക്കുമല്ലോ, നമ്മൾ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ടാണല്ലോ ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ ഒരാൾ നമ്മൾ എടുത്തുനിന്ന് സാധനം വാങ്ങി, നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്തു, സാധനം വാങ്ങി. പുള്ളിക്കാരൻ പൈസ തന്നില്ല, കടത്തിനാണ് വാങ്ങിയത്. അങ്ങനെ കടത്തിന് വാങ്ങിയ ആൾക്കാർ തരാനുള്ള പണം എത്രയാണോ അതിനാണ് ഡെപ്റ്റർ എന്ന് പറയുക. അഥവാ ആരെങ്കിലും ബിസിനസ്സിന് ഇങ്ങോട്ടേക്ക് പണം തരാനുണ്ടെങ്കിൽ, നമ്മുടെ അടുത്ത് കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്കാണെന്ന് പറയുന്നത് ഡെപ്റ്റർ എന്ന് പറയാം. അപ്പോൾ എന്താണ്, പേഴ്സൺ ഹൂ ഓസ് മണി ടു ബിസിനസ്, ഹൂ ഓസ് മണി ടു ബിസിനസ്, ബിസിനസ്സിലേക്ക് പണം തരാനുള്ള ആൾക്കാർക്കാണ് എന്ത് പറയുന്നത്, ഡെപ്റ്റർ എന്ന് പറയുന്നത്. സെറ്റല്ലേ? അപ്പം നിങ്ങൾക്ക് മലയാളത്തിലാണെങ്കിൽ മലയാളത്തിൽ എഴുതാം. അതായത് ബിസിനസ്സിലേക്ക് കടം ഇങ്ങോട്ട് തരാനുള്ള ആൾക്കാർക്കാണ് എന്ത് പറയുന്നത്, ഡെപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഡ്രോയിങ്സ് എന്താ, ഡ്രോയിങ്സ് എന്ന് വെച്ചാൽ പേഴ്സണൽ വിഡ്രോവൽ ഫ്രം ദ ഓണർ. ഓണർ, ബിസിനസ്സിൻ്റെ ഉടമസ്ഥനുണ്ടല്ലോ, ഓണർ, ഇയാളുടെ പേഴ്സണൽ സ്വകാര്യമായ ആവശ്യങ്ങൾക്ക് വേണ്ടി. ഇപ്പോൾ ബിസിനസ്സിൽ നമ്മൾ പണം എന്തിനാണ് യൂസ് ചെയ്യാം, ബിസിനസ്സിൻ്റെ പർച്ചേസ് നടത്താൻ, അവിടുത്തെ ചിലവുകൾക്കൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, നമ്മൾ ബിസിനസ്സിലെ പണം യൂസ് ചെയ്യുക, ഉപയോഗിക്കല്ലേ. പക്ഷേ ഇയാളുടെ ഈ വ്യക്തിയുടെ സ്വകാര്യ ആവശ്യം എന്ന് പറഞ്ഞാൽ വീട്ടിലെ കറണ്ട് ബില്ല് അടിക്കാനോ, വീട്ടിലെ റെൻ്റ് അടക്കാനോ, കുട്ടികളുടെ ഫീസ് അടക്കാനോ, അവർക്ക് ടൂർ പോകാനോ, അങ്ങനെ സ്വകാര്യ ആവശ്യത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ബിസിനസ് പണം എടുത്തു. സോ അതാണ് എന്താ പറയുന്നത്, പേഴ്സണൽ മണി വിഡ്രോൺ ഫോർ പേഴ്സണൽ യൂസ്. മണി ആയിരിക്കണം എന്നില്ല, മണി ഓർ തിങ്സ് വിഡ്രോൺ ഫോർ പേഴ്സണൽ പർപ്പസ്. എന്താണ്, സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി, ഫോർ പേഴ്സണൽ പർപ്പസ്, സ്വകാര്യ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ബിസിനസ്സിൻ്റെ ഓണർ പൈസ ബിസിനസ്സിന് പിൻവലിക്കുന്നുണ്ടെങ്കിൽ അതിനാണ് എന്ത് പറയുന്നത്, ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് എക്സ്പെൻസ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മളെ ബിസിനസ്സിൽ വരുമാനം സൃഷ്ടിക്കാൻ വേണ്ടി, എന്താണ് വരുമാനം, നമ്മൾ ബിസിനസ് കൂടുതൽ റവന്യൂ ലഭിക്കണം എന്നല്ല നമ്മുടെ ബിസിനസ്സിൻ്റെ ഉദ്ദേശം. അങ്ങനെ ഈ റവന്യൂ സൃഷ്ടിക്കാൻ വേണ്ടി നമുക്ക് വന്നിട്ടുള്ള ചിലവുകൾക്കാണ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. എന്താണ് കോസ്റ്റ് ഇൻകേർഡ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് വന്നിട്ടുള്ള ചിലവ്. കോസ്റ്റ് ഇൻകേർഡ് ഓൺ ദ കോസ്റ്റ് ഓഫ് ഏർണിംഗ് റവന്യൂ പറഞ്ഞാൽ എന്താ, വരുമാനം സൃഷ്ടിക്കാൻ വേണ്ടി, റവന്യൂ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വന്നിട്ടുള്ള ചിലവുകളുണ്ടല്ലോ, ആ ചിലവുകൾക്കാണ് എന്ത് പറയുന്നത്, എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഇതുപോലെ വേറെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് ഉണ്ട്. എന്താണ്, ഞാൻ ഒന്നുകൂടി പറയാം. എന്താണ് ക്യാപിറ്റൽ, ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു പോർഷനാണ് ക്യാപിറ്റൽ. എന്താ ക്യാപിറ്റൽ എന്ന് വെച്ചാൽ എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ഓണർ. എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് ബൈ ഓണർ, ഓണറുടെ ഇൻവെസ്റ്റ്മെൻറ്റിനാണ് എന്ത് പറയുന്നത്, ക്യാപിറ്റൽ എന്ന് പറയുന്നത്. എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റഡ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ബൈ ദ ഓണർ, ബിസിനസ്സിലേക്ക് ഓണർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ടിനാണ് എന്ത് പറയുന്നത്, ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓണർ. ഓക്കെ ശരി, മിസ്റ്റേക്ക് പറ്റിപ്പോയല്ലോ. എന്താണ് ഓണർ. ഓക്കെ അല്ലേ? സോ ഇതൊക്കെ 1 മാർക്കിന് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. ഓക്കെ, അടുത്തത് പിക്ക് ഔട്ട് ദ റോങ് പെയർ. ഇതിലെ റോങ് പെയർ എന്ത് ചെയ്യണം, നമ്മൾ പിക്ക് ചെയ്യണം. അതെന്താണ്, ലാൻഡ് ബിൽഡിംഗ്. ഇത് രണ്ടും എന്താണ്, ഫിക്സഡ് അസറ്റുകളാണ്, അഥവാ ദീർഘകാലത്തേക്ക് യൂസ് ചെയ്യുന്ന അസറ്റുകളാണ്. ക്യാഷ് സ്റ്റോക്ക് ചെറിയ കാലത്തേക്കുള്ള കറണ്ട് അസറ്റുകളാണ്. ഡെപ്റ്റർ മെഷീനറി, ഡെപ്റ്റർ എന്താണ് കറണ്ട് അസറ്റാണ്, മെഷീനറി ഫിക്സഡ് അസറ്റാണ്. കാരണം ഇതാണ് റോങ് പെയർ ആയിട്ടുള്ളത്. കോപ്പിറൈറ്റും പേറ്റന്റും എന്താണ് ഇൻടാഞ്ചിബിൾ അസറ്റ്. എന്താണ് ഇൻടാഞ്ചിബിൾ അസറ്റ്? എന്താ ഇൻടാഞ്ചിബിൾ അസറ്റ് എന്നാൽ കാണാൻ പറ്റാത്ത തൊടാൻ പറ്റാത്ത ഐറ്റംസ് ആണ് ഇൻടാഞ്ചിബിൾ അസറ്റുകൾ. ഓക്കെ അല്ലേ? ബാക്കി എല്ലാം എന്താ, ബാക്കിയുള്ള 6 എന്താണ്, ഇതൊക്കെ ടാഞ്ചിബിൾ അസറ്റ്, അഥവാ കാണുന്ന തൊടാൻ പറ്റുന്ന വസ്തുക്കൾക്കാണ് ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുന്നത്. സെറ്റല്ലേ? കാര്യങ്ങൾ മനസ്സിലാവുന്നില്ലേ? ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ് ഗ്യാപ്പിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ എന്താ ഗ്യാപ്പ്? ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ്, നമ്മൾ ഇതിൻ്റെ ഫുൾ ഫോം ചോദിക്കുമ്പോൾ എന്താ, ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പൽ. എന്താ ഈ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് നമ്മൾ എന്താണ് ഗ്യാപ്പിൻ്റെ ഫുൾ ഫോം എഴുതി വെക്കുക. പിന്നെ എന്താ ഇതുണ്ട്, എന്തിനാണ് നമ്മൾ ഗ്യാപ്പ് കൊണ്ടുവന്നുള്ളത്? ലോകത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ അക്കൗണ്ടിങ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം ലോകത്തുള്ള മുഴുവൻ ആൾക്കാരും ഒരേ രീതിയിൽ ഒരു യൂണിഫോമലായിട്ട് അക്കൗണ്ടിങ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള നിയമങ്ങൾക്കും റൂൾസ്, റെഗുലേഷൻസ്, സ്റ്റാൻഡേർഡ്സ്, കൺസെപ്റ്റും അസംഷൻസും ഉണ്ട്. അതിനാണ് എന്ത് പറയുന്നത്, ഗ്യാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സാധാരണ 1 മാർക്കോ അല്ലെങ്കിൽ 2 മാർക്കോ എന്ത് ചെയ്യും, ഈ ഒരു പോർഷൻ ചോദിക്കും. ജനറലി ചോദിക്കുക എന്താ, ഗ്യാപ്പിൻ്റെ ഫുൾ ഫോം ആണ് ചോദിക്കുക. അപ്പോൾ ഗ്യാപ്പിൻ്റെ ഫുൾ ഫോം എന്താ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. ജസ്റ്റ് അഥവാ ഇനി അറിയെങ്കിൽ അല്ലെങ്കിൽ മറ്റു
ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ 2 മാർക്ക് ചോദിക്കുകയാണെങ്കിൽ എക്സ്ട്രാ ഒരു പോയിന്റ് കൂടെ എന്ത് ചെയ്യുക നിങ്ങൾ എഴുതുക. ദ ഫാക്ട് ദാറ്റ് ബിസിനസ് ഈസ് സെപ്പറേറ്റ് ആൻഡ് ഡിസ്റ്റിങ്യൂസ്ഡ് ഫ്രം ഇറ്റ്സ് ഓണർ. ബിസിനസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഓണറിൽ നിന്നും അഥവാ ബിസിനസ്സിൻ്റെ ഓണറിൽ നിന്നും സെപ്പറേറ്റ് ആണ്, വ്യത്യസ്തമാണ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഏതാ? മണി മെഷർമെൻറ്റ്, ഗോയിങ് കൺസേൺ, ബിസിനസ് എൻറ്റിറ്റി, കോസ്റ്റ് കോൺസെപ്റ്റ്. എന്താ ശരി? ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റാണ്. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും 4 ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്, ആ 4 നമ്മൾ ഡിസ്കസ് ചെയ്യും. എന്താ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്? ആ 4 ഒന്നാണ്. അഥവാ ബിസിനസ് വേറെയാണ്, ബിസിനസ്സിൻ്റെ ഓണർ വേറെയാണെന്ന് പറയുന്ന കോൺസെപ്റ്റാണ് എന്ത്? ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. എവറി ട്രാൻസാക്ഷൻ ഹാസ് 2 ആസ്പെക്ട്. എല്ലാ ഇടപാടുകൾക്കും അക്കൗണ്ട്സിൽ എന്തുണ്ട്? 2 എഫക്റ്റുകൾ ഉണ്ടാകും, 2 ആസ്പെക്ട്, 2 എഫക്റ്റ് ഉണ്ടാകും. അതെന്തെയും നമ്മൾ ആ ബുക്സിൽ എന്തെയും റെക്കോർഡ് ചെയ്യും. അങ്ങനെ 2 ആസ്പെക്റ്റിനെ കുറിച്ച് പറയുന്ന കോൺസെപ്റ്റ് ഏതാണ്? ഡബിൾ എൻട്രി കോൺസെപ്റ്റ്. എന്താണ്? ഡബിൾ എൻട്രി കോൺസെപ്റ്റ്. ഡബിൾ എൻട്രി കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഡുവാലിറ്റി കോൺസെപ്റ്റ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഇക്വേഷൻ കോൺസെപ്റ്റ്, അങ്ങനെ പല പേരുകൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ഈ ഒരു ഡുവൽ ആസ്പെക്ട് കോൺസെപ്റ്റിന് നമ്മൾ പറയുന്നത്. ഡുവാലിറ്റി, ഡുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ്, അതുപോലെ തന്നെ അക്കൗണ്ടിങ് ഇക്വേഷൻ കോൺസെപ്റ്റ് എന്നൊക്കെ ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ പറയുന്നുണ്ട്. നെക്സ്റ്റ്, രജനീഷ് എന്നുള്ളൊരു മാനേജർ ഭയങ്കര എക്സ്പെർട്ടൈസ്ഡ് ആയിട്ട് നല്ല കഴിവുള്ളൊരു വ്യക്തിയാണ്. പക്ഷേ പുള്ളിക്കാരൻ്റെ കഴിവ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. എന്താണ്? നമുക്ക് പറയാമല്ലോ ആവറേജ്, മീഡിയം, ലോ അങ്ങനെയൊക്കെ നമ്മൾ സാധാരണ എന്ത് ചെയ്യും? ഒരാളെ റേറ്റ് ചെയ്യും അല്ലേ? റേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇയാളുടെ എക്സ്പെർട്ടൈസ്ഡിന്, അയാളുടെ ആ ഒരു കഴിവ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നത്. എന്തുകൊണ്ടാണ്? കാരണം പുള്ളിക്കാരൻ്റെ എക്സ്പെർട്ടൈസ് എന്നുള്ളത് ഒരു മോണിറ്ററി, പണത്തിൻ്റെ മൂല്യത്തിൽ അളക്കാൻ പറ്റിയ ഒരു വസ്തുവല്ല. പണത്തിൻ്റെ മൂല്യത്തിൽ അളക്കാൻ പറ്റൂല, സാമ്പത്തിക സ്വഭാവത്തിലുള്ളൊരു വസ്തുവല്ല. അതുകൊണ്ട് അത് അളക്കാൻ പറ്റൂല. കാരണം എന്താണ്? എന്ത് കോൺസെപ്റ്റ് പ്രകാരമാണ്? നമ്മുടെ മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ് പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്? പുള്ളിക്കാരൻ്റെ എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നില്ല നമ്മൾ റെക്കോർഡ് ചെയ്യാത്തത്. സോ എന്താണ്? മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റാണ്. സോ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശരിയാണോ? അത് ശരിയാണ്. എന്തുകൊണ്ടാണ്? മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ് ഉള്ളത് കൊണ്ടാണ്. സോ മണി മെഷർമെൻറ്റ്, അക്കൗണ്ടിങ് എൻറ്റിറ്റി കോൺസെപ്റ്റ്, ഡുവൽ ആസ്പെക്ട്, ഡബിൾ എൻട്രി കോൺസെപ്റ്റ് എന്തെയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ്, ദ ജേണൽ ഈസ് ദ ബുക്ക് ഓഫ് ഡാഷ് എൻട്രി. ജേണൽ എന്താണ്? ഒറിജിനൽ എൻട്രി, സെക്കൻഡറി എൻട്രി, ഓൺലി ക്യാഷ്, ഓൺലി ക്രെഡിറ്റ്. എന്താണ്? ഒറിജിനൽ എൻട്രി ആണ്. അതുപോലെ തന്നെ ബുക്സ് ഓഫ് പ്രൈമറി എൻട്രി എന്ന് പറയുന്നത് എന്താണ്? പ്രൈമറി എൻട്രി എന്നും എന്ത് ചെയ്യുന്നുണ്ട്? ജേണൽ ബുക്കിന് പറയുന്നുണ്ട്. സെക്കൻഡറി എൻട്രിയും അതുപോലെ തന്നെ ഫൈനൽ എൻട്രിയും എന്താണ്? ഫൈനൽ എൻട്രി എന്താണ്? ലെഡ്ജറാണ് കേട്ടോ. എന്താണ്? ലെഡ്ജറാണ്. ഇതാണ്ട് ഒരൊറ്റ ക്വസ്റ്റ്യനിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങളുണ്ടോ. ഈ ഒരു സിംഗിൾ ക്വസ്റ്റ്യൻ 1 മാർക്കിന് ചോദ്യത്തിൽ 4 കാര്യങ്ങൾ പഠിച്ചു. അപ്പം 4 ചോദിച്ചാലും അതിലെ ഒന്ന് എന്ത് ചെയ്യണം? നമുക്ക് ശരിയായിട്ട് ഉത്തരം ചെയ്യാൻ പറ്റണം. റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ ഇൻ ലെഡ്ജർ അക്കൗണ്ട് ഈസ് കോൾഡ്. ലെഡ്ജറിൽ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുമ്പോൾ അതിനെന്താ പറയുക? അതിന് പോസ്റ്റിംഗ് എന്നാണ് പറയുക. അതിനെന്താ പറയുക? പോസ്റ്റിംഗ് എന്നാണ് പറയുക. അങ്ങനെയാണെങ്കിൽ ജേണലിൽ റെക്കോർഡ് ചെയ്യുന്നത് എന്താ പറയുക? ജേണലിൽ റെക്കോർഡ് ചെയ്യുന്നതിന് അതിനെന്താ പറയുക? അതിന് ജേണലൈസിങ്. എന്താണ്? ജേണലൈസിങ് എന്നാണ് പറയുന്നത്. സെറ്റല്ലേ? ഓക്കെ. അപ്പോൾ 1 വേർഡ് ക്വസ്റ്റ്യൻ കൂടുതൽ ചെയ്യണം. കാരണം 10 മാർക്ക് 1 വേർഡ് വരും അല്ലേ? 10 മാർക്കിന് 1 വേർഡിൻ്റെ ക്വസ്റ്റ്യൻ വരും. അതുപോലെ പിന്നെയുള്ള 10 മാർക്കിന് അഥവാ 2 മാർക്കിന് 5 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും? അതും 1 വേർഡ് വരും അല്ലേ? അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക? നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഏകദേശം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര മാർക്ക്? ഏകദേശം 15-16 മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് 1 വേർഡിലൂടെ അഥവാ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് നേടാൻ പറ്റും. വലിയ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും? കുറച്ച് ഡിഫിക്കൽട്ടാണ്. പക്ഷേ ഈ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതുപോലെ ഇതിൽ ആഡ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട ഒരു കാര്യം അക്കൗണ്ടിങ്ങിൻ്റെ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ്. എന്താണ് അക്കൗണ്ടിങ്ങിൻ്റെ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ്? അക്കൗണ്ടിങ്ങിനല്ല, അക്കൗണ്ടിങ് ഇൻഫർമേഷൻസിൻ്റെ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ്? എന്തൊക്കെയാണ് അക്കൗണ്ടിങ്ങിൻ്റെ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ്? 4 ഐറ്റംസ് ഉണ്ട്. ജസ്റ്റ് എന്ത് ചെയ്യുക? ഈ 4 ഐറ്റംസ് കാണാതെ പഠിക്കുക. എന്താണ്? ഫസ്റ്റ് 1 റിലയബിലിറ്റി, പിന്നെ റെലവൻസ്, മൂന്നാമത്തെ എന്താണ്? അണ്ടർസ്റ്റാൻഡബിലിറ്റി, ലാസ്റ്റ് 1 ബിലിറ്റി, കമ്പയറബിലിറ്റി. എന്താണ് റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ? വിശ്വാസയോഗ്യമായിരിക്കണം. എന്ത് ഇടപാടുകൾ റെക്കോർഡ് ചെയ്യുന്നെങ്കിലും ആ ഇടപാടിന് തെളിവ് വേണം. തെളിവുണ്ടെങ്കിലേ റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. റെലവൻസ്, ഇമ്പോർട്ടൻറ്റ്, ആവശ്യമുള്ള വസ്തുക്കളായിരിക്കണം. അനാവശ്യമായ കാര്യങ്ങളല്ല നമ്മൾ അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യുന്നത്. അതായത് ആവശ്യമുള്ള വ്യക്തിക്ക് ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള വസ്തു ഇൻഫോർമേഷൻ കിട്ടണം. അതാണ് ഈ ഒരു റിലവൻസിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തത് അണ്ടർസ്റ്റാൻഡബിലിറ്റി, അഥവാ ഏതൊരാൾക്ക് മനസ്സിലാവണം. അപ്പോൾ ഞാൻ എഴുതുന്നുണ്ടല്ലേ അത്ര വലിയ വൃത്തിയില്ലാതെ അങ്ങനെയൊന്നുമല്ല. ആൾക്കാർക്ക് നല്ല കാണാൻ പറ്റുന്ന, അല്ലെങ്കിൽ അത് വളരെ ഈസി ആയിട്ട് മനസ്സിലാവുന്ന രീതിയിൽ എന്തെങ്കിലും പ്രസൻറ്റ് നമുക്ക് ചെയ്യാൻ പറ്റണം. ലാസ്റ്റ് 1 കമ്പയറബിലിറ്റി. ഈ ഇൻഫർമേഷൻ മറ്റൊരു ഇൻഫർമേഷനായിട്ട് എന്ത് ചെയ്യാൻ പറ്റണം? പരസ്പരം കമ്പയർ ചെയ്യാൻ നമുക്ക് ഉറപ്പായിട്ട് എന്ത് ചെയ്യണം? പറ്റിയിരിക്കണം. ഓക്കെ അല്ലേ? ഇതാണ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. എന്താണ് AI? എന്താണ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻസിൻ്റെ
ക്വാളിറ്റേറ്റീവ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ്റെ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇതും വളരെ കുറച്ചൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോർഷനാണ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ അവസാന ക്വസ്റ്റ്യൻ ആയിട്ടുള്ള ജേണൽ എൻട്രിയിലേക്ക് നോക്കാം. ഉറപ്പാണ് നിങ്ങളുടെ എല്ലാ വർഷത്തെ എക്സാമിനും 3, 4, 5 ചില വർഷം 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അടക്കം ഈ ഒരു ജേണൽ എൻട്രി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കി 1, 2, 3, 4, 5, 6, 7, 8 ജേണൽ എൻട്രിനെങ്കിൽ ഇതെന്താ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. പക്ഷേ ഞാൻ ഇതിലെ 8 എണ്ണത്തിലെ ആദ്യത്തെ 4 എണ്ണേ ചെയ്യുന്നുള്ളൂ. എന്തിനാ? 4 എണ്ണം നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രാക്ടീസിന് വേണ്ടിയിട്ടാണ് ഞാനൊരു ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുള്ളത്. സോ ഇതൊരു പ്രാക്ടീസ് പോലെ നിങ്ങൾ ചെയ്യാം, വീട്ടിൽ നിന്ന് ചെയ്യാം. ആദ്യത്തെ 4 എണ്ണം എന്ത് ചെയ്യും ഞാൻ ചെയ്തുതരും. സോ നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, മിക്കവാറും ഒരു ജേണൽ എൻട്രി ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഫസ്റ്റത്തെ എൻട്രി ഇതായിരിക്കും. ഓൾമോസ്റ്റ് മിക്കവാറും കൂടുതൽ സാധ്യത അഥവാ ഒരു 80% സ്റ്റാർട്ടഡ് ബിസിനസ് എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ അതിൻ്റെ ഉത്തരം എന്താണ്? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റലാണ്. എന്താണ്? ക്യാഷ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അപ്പോൾ അതിനെ ഡെബിറ്റ് ചെയ്യാം. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് എന്താണ്? സ്റ്റാർട്ടഡ് ബിസിനസ്സിലേക്ക് പൈസ കൊണ്ടുവന്നു, അപ്പം പൈസ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് ക്യാപിറ്റലാണ്. എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ദ ഓണർ ഇൻ ദ ബിസിനസ് ഈസ് കോൾഡ് ക്യാപിറ്റൽ. നിങ്ങൾ ഓൾറെഡി പഠിച്ചില്ലേ? അപ്പോൾ അത് ക്യാപിറ്റലാണ്. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ. ഫസ്റ്റ് വൺ എന്താണ്? ഫസ്റ്റ് വൺ നിങ്ങൾ എന്ത് ചെയ്യണം? അതിന് കറക്റ്റ് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് വലിയ രീതിയിൽ ഉത്തരം എഴുതാൻ അറിയില്ല എന്നറിയാം. അപ്പം എഴുതുന്ന ഉത്തരം വളരെ വൃത്തിക്കായിരിക്കണം. അപ്പോൾ ഞാൻ എഴുതുന്ന പോലെ വളരെ മോശമായിട്ട് എഴുതി, കാരണം എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് അങ്ങനെ, ഞാൻ എത്ര നോക്കിയിട്ടും കാര്യമില്ല. കണ്ടോ, എനിക്കൊരു ലൈൻ ഇങ്ങനെ കറക്റ്റ് വരയ്ക്കാൻ കഴിയില്ലാണ്ടോ, അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോവും. അത് എൻ്റെ ഒരു കൈയുടെ ബാലൻസിങ്ങിൻ്റെ വിഷയമാണ്. കാരണം ഞാൻ ഫസ്റ്റ് ലെഫ്റ്റിലാണ് ഞാൻ എഴുതാറുണ്ടായിരുന്നത്, പിന്നെ റൈറ്റിലേക്ക് മാറിയതാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു ഡിഫിക്കൽട്ടിയാണ്. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം നല്ല വൃത്തിയിൽ എന്ത് ചെയ്യാൻ പറ്റുക, വൃത്തിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സോ വൃത്തി ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഡേറ്റ് എഴുതുക. ഇതാണ് ഉണ്ടോ, ഞാൻ വരച്ചാണ്ടാവുന്ന പ്രശ്നം അതാണ്. ഇപ്പോൾ കാണിച്ചു തരാം. ഓക്കെ അല്ലേ? ഇത് ടാബിലാണെങ്കിൽ എന്ത് ചെയ്യും? ടാബിലാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ടാബിൽ നമുക്ക് സ്കെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ എന്ത് ചെയ്യില്ല, ടാബിൽ അല്ലെങ്കിൽ നോട്ട് എന്ന് പറഞ്ഞ സംഭവം അതിൽ ചെയ്യണം. ഫസ്റ്റ് എന്ത് ചെയ്യാം, ഡേറ്റിനൊരു പോർഷൻ ഉണ്ടാകും, പർട്ടിക്കുലർ പോർഷൻ ഡെബിറ്റ് ക്രെഡിറ്റ്. എന്താണ്? ഡേറ്റ്. ഓടിക്കുഴങ്ങല്ലോ. ഡേറ്റ്, പർട്ടിക്കുലർ, ഡെബിറ്റ്, ക്രെഡിറ്റ്. നല്ല വൃത്തിക്ക് വരൊക്കെ വരയ്ക്കട്ടോ. ഫസ്റ്റത്തെ എന്താണ്? ജൂലൈ 1 നടക്കുന്നത് അല്ലേ? ജൂലൈ 1, 2021. അപ്പം 1 ജൂലൈ എന്താണ്? 7/21 ഡേറ്റ് എഴുതി. ഇനി എന്താ പർട്ടിക്കുലർ? ഡെബിറ്റിൻ്റെയും ക്രെഡിറ്റിൻ്റെ ഐറ്റം അത് എഴുതണം. അത്രേ ഉള്ളൂ. എന്താ ഡെബിറ്റും ക്രെഡിറ്റും ഐറ്റം? ക്യാഷിനെ ഡെബിറ്റ് ചെയ്യണം, ക്യാഷ് കൂടുമ്പോൾ ക്യാഷിനെ ഡെബിറ്റ് ചെയ്യണം, ക്യാപിറ്റലിന് ക്രെഡിറ്റ് ചെയ്യണം. സോ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ അക്കൗണ്ട് എത്രയാണ്? 5 ലക്ഷം രൂപ. സോ ഇവിടെ ഡെബിറ്റ് സൈഡിൽ 5 ലക്ഷം, ക്രെഡിറ്റ് സൈഡിൽ 5 ലക്ഷം. കേട്ടോ, ഫസ്റ്റ് വൺ കഴിഞ്ഞു. നമ്മൾ എന്ത് ചെയ്യണം? അണ്ടർലൈൻ ചെയ്യാം. ഇനി എന്ത് ചെയ്യണം? രണ്ടാമത്തെ ചെയ്യാം. രണ്ടാമത്തെ നമുക്ക് കളർ മാറ്റി ചെയ്യാം. എന്താ രണ്ടാമത്തെ നോക്കാം? പർച്ചേസ്ഡ് മെഷീനറി. കണ്ടോ, പർച്ചേസ്ഡ് ഗുഡ്സ് എന്നാണെങ്കിൽ പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക. എന്താണ്? പർച്ചേസ്ഡ് ഗുഡ്സ് എന്നാണെങ്കിൽ എന്ത് ചെയ്യണം? പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ പർച്ചേസ്ഡ് ഗുഡ്സ് അല്ല, പർച്ചേസ്ഡ് മെഷീനറിയാണ്. അപ്പം മെഷീനറി എന്ന് പറയുമ്പം അല്ലെങ്കിൽ മെഷീനറി, ഫർണിച്ചർ, കാറ്, പ്ലാന്റ്, ഇതൊക്കെ അസറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മെഷീനറി വാങ്ങുന്നതിനാണ്, വിൽക്കാൻ വേണ്ടിയിട്ടല്ല, നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വസ്തു വാങ്ങുന്നതെങ്കിൽ പർച്ചേസിനല്ല, ആ വസ്തുവിനെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക? ഇവിടെ മെഷീനറിയാണ് വസ്തു, അപ്പോൾ മെഷീനറി ഡെബിറ്റ് ചെയ്യാം. എന്നിട്ട് ഇവിടെ ക്യാഷാണ്, 1 ലക്ഷം രൂപ ക്യാഷ് കൊടുത്തിട്ടല്ലേ വാങ്ങിയത്. അപ്പം മെഷീനറിയെ ഡെബിറ്റും എന്ത് ചെയ്യണം? ഈ ഒരു ക്യാഷ് കൊടുത്തിട്ടല്ലേ ഈ ഒരു മെഷീനറി വാങ്ങിയപ്പോൾ ക്യാഷിനെ ക്രെഡിറ്റും. അപ്പോൾ എന്ത് ട്രാൻസാക്ഷനിലും 2 എഫക്റ്റ് ഉണ്ടാകും. അപ്പോൾ ആ 2 എഫക്റ്റ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ നമ്മുടെ ഉത്തരവാദിത്തം. മനസ്സിലായില്ലേ? സോ ഫസ്റ്റ് എന്താണ്? ഫസ്റ്റ് പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ടു മെഷീനറി ആണോ? അല്ല, മെഷീനറിനെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. മെഷീനറി അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് ആണ് വരിക അല്ലേ? അപ്പം 2 ജൂലൈ 2021 മെഷീനറി അക്കൗണ്ട് ഡെബിറ്റ്. എന്താണ്? മെഷീനറി അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് 1 ലക്ഷം രൂപ. അപ്പോൾ നമ്മുടെ ബിസിനസ് തുടങ്ങിയിട്ടുള്ള 5 ലക്ഷത്തിലെ 1 ലക്ഷം എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ മെഷീനറി വാങ്ങി. എങ്ങനെയാണ് ജേണൽ എൻട്രി ചെയ്താൽ? ഫസ്റ്റ് ഡെബിറ്റ് ചെയ്യുന്ന ഐറ്റം ചെയ്താൽ, എന്നിട്ട് അതിൻ്റെ കൂടെ DR എന്ന് ചെയ്താൽ, എന്നിട്ട് രണ്ടാമത്തെ അതിൽ കുറച്ച് വിട്ടിട്ട് 2 കൊടുത്തിട്ട് എന്തിനാണ് ക്രെഡിറ്റ് ചെയ്യുന്നത് ആ ഐറ്റം ചെയ്താൽ, എന്നിട്ട് ഡെബിറ്റ് സൈഡിലെ എമൗണ്ടും ക്രെഡിറ്റ് സൈഡിലെ എമൗണ്ടും ചെയ്താൽ. മൂന്നാമത്തെ ഐറ്റം നോക്കാം, ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്. ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് എന്ന് പറയുമ്പം ബാങ്കിൽ പൈസ ഡെപ്പോസിറ്റ് ചെയ്തു. എന്താണ്? ബാങ്കിലേക്ക് പൈസ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ ബാങ്കിൽ പൈസ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ബാങ്കിലെ പൈസ കൂടും.
അതായത് ബാങ്കിലേക്ക് പൈസ എത്തി, നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോയി. അതായത് ബിസിനസ് നമ്മൾ യൂസ് ചെയ്യുന്ന പൈസയിൽ നിന്ന് 2 ലക്ഷം എടുത്തു. അഥവാ 5 ലക്ഷം കയ്യിലുണ്ട്, അതിൽ 1 ലക്ഷം മെഷീനറി കൊടുത്ത് ബാക്കി 4 ലക്ഷം ഉണ്ട്. ആ 4 ലക്ഷത്തിൽ 2 ലക്ഷം എടുത്ത് ബാങ്കിലേക്ക് ഇട്ടു. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് 2 ലക്ഷം കുറയില്ലേ? അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് കുറയുമ്പോൾ ക്യാഷിനെ ക്രെഡിറ്റാണ് ചെയ്യേണ്ടത്. ബാങ്കിലെ പൈസ കൂടുമ്പോൾ ബാങ്കിനെ ഡെബിറ്റ് ചെയ്യുക. കാരണം അസറ്റ് കൂടുക ചെയ്യുന്നത്. അപ്പം ബാങ്ക് നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. 4-ാം തീയതി 4/7/21 ബാങ്കിന് ഡെബിറ്റ് ചെയ്യാം. എങ്ങനെ? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു എന്താ? ക്യാഷ് കൊണ്ടല്ല പൈസ പോയത്. സോ ടു ക്യാഷ് അക്കൗണ്ട് എത്രയാണ്? 2 ലക്ഷം രൂപ. എത്രയാണ്? 2 lakh rupees. ഓക്കെ, സെറ്റല്ലേ? ഇനി എന്താണ് ലാസ്റ്റ്? നമ്മുടെ ഇതിലെ ലാസ്റ്റത്തെ പർച്ചേസ്ഡ് ഗുഡ്സ്. എന്താണ്? പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം വിഷ്ണുവിൻ്റെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്തു. വിഷ്ണുവിൻ്റെ അടുത്ത് നിന്ന് സാധനം പർച്ചേസ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു പർച്ചേസിന് മെഷീനറി ആകുമ്പോൾ മെഷീനറിനെ ഡെബിറ്റ് ചെയ്യേണ്ടത്. അപ്പം അങ്ങനത്തെ മെഷീനറി ഒന്നുമല്ല, ഗുഡ്സിനെ പർച്ചേസ് ചെയ്യുമ്പോൾ എന്തിനെ ഡെബിറ്റ് ചെയ്യണം? പർച്ചേസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. എന്താണ്? പർച്ചേസ്ഡ് ഗുഡ്സ് ആകുമ്പോൾ പർച്ചേസ് അക്കൗണ്ടിനാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ് ഡേറ്റ്? എന്നാണ് 6-ാം തീയതിയാണ്. 6-ാം തീയതി പർച്ചേസ്ഡ് ഗുഡ്സ്. അപ്പം എന്താ എൻട്രി വരിക? 6-ാം തീയതി. 6-ാം തീയതി നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ എന്താ വരാത്ത? സാരല്ല, നമുക്ക് ഈ കളറിൽ തന്നെ എഴുതാം. എന്താണ്? 6/7/21 പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ്. പർച്ചേസിന് ഡെബിറ്റ് ചെയ്തു. ഇനി ഇത് ക്യാഷ് കൊടുത്തിട്ടാണോ വാങ്ങിയത് എന്ന് ഇവിടെ നേരത്തെ കണ്ടോ? പർച്ചേസിന് മെഷീനറി എന്ന് പറഞ്ഞിട്ടുള്ളൂ, ക്യാഷ് ആണെന്നൊന്നും പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ക്യാഷിന് ക്രെഡിറ്റ് ചെയ്തില്ല, ക്യാഷ് കൊടുത്തിട്ടാണ് വാങ്ങിയതാണ് നമ്മളതൊന്ന് അനുമാനിച്ചത്. പക്ഷേ ഇവിടെ കണ്ടോ, ഇവിടെ ഒരാളെ പേരുണ്ട്. അപ്പോൾ ആളെ പേരുണ്ടെങ്കിൽ അത് ക്യാഷ് കൊടുത്തിട്ടല്ല, അയാൾ കടത്തിനാണ് വാങ്ങിയത് എന്ന അർത്ഥം. അപ്പോൾ എന്ത് ചെയ്യണം? ആ പർച്ചേസിന് കൂടെ ടു അയാളെ പേരെ കൊടുക്കുക. എന്താണ്? ടു വിഷ്ണു അക്കൗണ്ട്. ടു വിഷ്ണു അക്കൗണ്ട്. എത്ര രൂപക്കാണ് വാങ്ങിയത്? നമ്മൾ 60,000 രൂപക്കല്ലേ വാങ്ങിയത്. സോ 60,000. സിമ്പിൾ അല്ലേ? ഒന്നുമില്ല. നിങ്ങൾക്ക് മോസ്റ്റ് പ്രോബബ്ലി വരുന്നതാണ് ഒന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത്. ഫസ്റ്റ് വണ് പർച്ചേസ് ചെയ്തില്ലേ, പർച്ചേസിൻ്റെ 2ാമത് മിക്കവാറും വരും. പിന്നെ ഡെപ്പോസിറ്റ് ഇൻ ടു ബാങ്ക്, ഇതും മിക്കവാറും വരുന്നതാണ്. പിന്നെ മെഷീനറി ചിലപ്പം, അതല്ലെങ്കിൽ 4ാമത് ചാൻസ് ഉള്ളത് ഈ മെഷീനറി വാങ്ങുന്ന ഒരു ഐറ്റംസ് ആണ്. സോ ഈ ഒരു മോഡലിൽ ജേണൽ എൻട്രി ഉറപ്പാണ് 3 മാർക്ക് മിനിമം ചോദിക്കും. 3 മാർക്ക് ചോദിക്കും. ചിലപ്പോൾ 4, 5, 8 മാർക്കിന് വരെ ഈ ഒരു ജേണൽ എൻട്രി ചോദിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ 4 നിങ്ങൾ സ്വയം ചെയ്തു നോക്കുക. നിങ്ങൾ ചെയ്തു. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് 4 ക്വസ്റ്റ്യൻ ഇവിടെ തന്നെ തന്നുള്ളത്. ഇതിൻ്റെ താഴെ ഇപ്പം തന്നെ, അതായത് ഈ വീഡിയോ കണ്ട് ഈ 4 ചെയ്തതിന് ശേഷം നിങ്ങൾ ബാക്കി 4 നിങ്ങൾ സ്വന്തം നിങ്ങൾ ചെയ്ത് നോക്കുക. ഇത് നിങ്ങൾ എത്രത്തോളം നിങ്ങൾ ശരിയാവുന്നുണ്ടോ നോക്കാം. ഇനി അതേപോലെ വേറെയും ഒരുപാട് ക്വസ്റ്റ്യൻ നമ്മുടെ ബാക്കിയുള്ള ഒരുപാട് ലൈവും വീഡിയോസൊക്കെ ഉണ്ടല്ലോ, അതിൽ വേറെയും കുറേ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. ഇതല്ലാതെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? സ്വന്തം ഇരുന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? നിങ്ങൾക്ക് നന്നായിട്ട് എക്സൽ ചെയ്യാനും നല്ല മാർക്ക് വാങ്ങാനും പറ്റുള്ളൂ. നമ്മുടെ കയ്യിൽ നിന്ന് മാക്സിമം നമ്മൾ തരും. കണ്ടോ, എല്ലാ ടൈപ്പ് സ്റ്റുഡൻസിലുള്ള ഹൈ ലെവലിലുള്ള ലോ ലെവലിലുള്ള എല്ലാ കുട്ടികളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വീഡിയോസ് തരുന്നുണ്ട്. പക്ഷെ നിങ്ങളത് യൂസ് ചെയ്യണം, നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യണം. നിങ്ങൾ എന്ത് ചെയ്യുക? മറക്കാതെ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. എജുപോർട്ടിൻ്റെ ലൈവ് എല്ലാ ദിവസവും നടക്കുന്നുണ്ട്. അതിൽ നിങ്ങൾ നിർബന്ധമായിട്ട് പങ്കെടുക്കണം. ഈ ഒരു ഫൈനൽ എക്സാമിന് നമുക്ക് നല്ല മാർക്ക് വാങ്ങാൻ പറ്റണം. അടുത്ത ഇതേ ഡബിൾ പാസ് സീരീസിൻ്റെ ഇനിയും വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ഡബിൾ പാസ് സീരീസിൽ കാണാം. അതുവരേക്കും മക്കളെ, ബൈ.